ആദ്യമായി തന്നെ ഒരു വചനമാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജെറമിയ പ്രവാചകൻ്റെ 29-ാം അധ്യായത്തിലെ 11-ാം വാക്യം. ഇത് നമ്മൾ പല പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും ഇതേക്കുറിച്ച് ധ്യാന പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വചനം പറയുന്നത് ഇതാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മിൽ ആരും സ്വയമായി ഈ ഭൂമിയിൽ അവതരിച്ചവരല്ല. നമ്മുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്നവരല്ല ആരും. മറിച്ച് ദൈവത്തിൻ്റെ അനാദികാലം മുതലുള്ള ആ പദ്ധതിയിലെ ഒരു ഭാഗമായിട്ട് ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നു. ഇന്ന് ഏതവസ്ഥയിലാണോ നാം ആയിരിക്കുന്നത്, സന്യസ്ത ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഏത് രൂപത്തിലാണോ ഏത് സ്ഥിതിയിലാണോ നാം ആയിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് എന്ന് നാം വിശ്വസിക്കുമ്പോൾ അതിന് നമ്മുടെ ജീവിതത്തിൻ്റെ രുചി മാറും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ അപ്പാപ്പൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഫാദർ, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കുട്ടിയെ കാണാനായിട്ട് ആ വീട്ടിൽ ചെന്ന തിരിച്ചു വന്നപ്പോൾ എൻ്റെ അപ്പാപ്പൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, മോനെ, നീ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ട. അമ്മയില്ലാതെ വളർന്ന ഈ കുട്ടിക്ക് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ സാഹചര്യവുമായി ഒത്തു ചേരാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നീ ഈ കുട്ടിയെ കല്യാണം കഴിക്കേണ്ട എന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയെ എൻ്റെ ഫാദറിന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും അപ്പാപ്പൻ പറഞ്ഞതനുസരിച്ച്, അപ്പൻ പറയുന്നത് മകൻ അനുസരിക്കുക എന്നുള്ളത് സാധാരണ പതിവാണല്ലോ. അതനുസരിച്ച് അപ്പൻ പറഞ്ഞു, ഓക്കെ, വേണ്ട, കല്യാണം കഴിക്കുന്നില്ല, വേറെ കുട്ടികളെ കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് നീങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് അസുഖമായിട്ട് മരിച്ചു. മരണം കഴിഞ്ഞപ്പോഴും എൻ്റെ തന്നെ മദ്രാസിലുള്ള ഒരു അപ്പാപ്പൻ വീണ്ടും ഇതേ ബന്ധത്തെക്കുറിച്ച് എൻ്റെ അപ്പനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, അയ്യോ, ആ കുട്ടിയെ എനിക്ക് അറിയാവുന്നതാ, ഞാൻ ഒരു പ്രാവശ്യം പോയി കണ്ടതുമാണ്. പക്ഷേ എൻ്റെ അപ്പൻ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ച കേസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മദ്രാസിലുള്ള ഇപ്പോൾ മരിച്ചുപോയ ആ അപ്പാപ്പൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ അപ്പൻ ഇല്ലല്ലോ, നിൻ്റെ അമ്മയല്ലേ ഉള്ളത്, നീ നിൻ്റെ അമ്മയോട് ചെന്ന് ചോദിക്കേ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ബന്ധം എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് അമ്മാമ്മയോട് ചോദിച്ചപ്പോൾ അമ്മാമ്മ പറഞ്ഞു, മോനെ, കല്യാണം കഴിച്ച് ജീവിക്കേണ്ടത് നീയാ, നിനക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണം അതേപോലെ തന്നെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ വേണ്ട എന്ന് വെച്ച ആ വിവാഹം വീണ്ടും അമ്മാമ്മയിലൂടെ ദൈവം ഇടപെടുന്നു. അങ്ങനെ ഈ വിവാഹം ഉറപ്പിക്കുന്നു. ഈ വിവാഹം കഴിഞ്ഞ് ജൂലൈ 1-ാം തീയതി എൻ്റെ മാതാപിതാക്കൾ വിവാഹിതരാകുന്നു. അതിനുശേഷം മാർച്ച് 25-ാം തീയതി ഞാൻ ജനിക്കുന്നു. ഒരുപക്ഷെ ആ വിവാഹം അന്ന് നടന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ജനിക്കുമായിരുന്നുവോ, അതല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും മാതാപിതാക്കളിലൂടെ ജനിക്കുമായിരുന്നോ, ഇതൊന്നിനൊന്നും എനിക്ക് ഉത്തരമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതി ഇതാണെങ്കിൽ ഇതുപോലെ നടക്കട്ടെ, ഇത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കാണാൻ സാധിക്കും. ഇനി എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞാലോ, ഞാൻ നേരത്തെ എൻ്റെ അപ്പൻ്റെ കാര്യം പറഞ്ഞു. അമ്മ 10-ാം ക്ലാസ് പരീക്ഷ പാസ്സായപ്പോൾ മഠത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. തൃശ്ശൂർ സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച് അതിനുശേഷം പ്രീ ഡിഗ്രിക്കൊക്കെ പോയി അത് ജയിച്ചതിന് ശേഷം മഠത്തിൽ പോയി CMC സഭയിലെ ഒരു അംഗമായി കന്യാസ്ത്രീ ആകണമെന്ന് വിചാരിച്ചതായിരുന്നു എൻ്റെ അമ്മ. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് 8 മാസം പ്രായമുണ്ടായിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചു. അതിനുശേഷം അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി തൃശ്ശൂർ സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് സ്കൂളിൽ ചേർത്തതും അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതുമൊക്കെ. അപ്പോൾ അമ്മയില്ലാത്ത ഒരു കുട്ടി എന്നുള്ള ഒരു വിശേഷണം അമ്മയ്ക്കുള്ളപ്പോൾ എപ്പോഴൊക്കെ അവധിക്ക് വീട്ടിൽ വരുന്നുവോ അവിടെ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ
വിക്ടോറിയ എവിടെ, അവളെ കാണണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഓടി വരും. കാരണം അമ്മയില്ലാത്ത ഒരു കുട്ടിയായതുകൊണ്ട് എല്ലാവർക്കും കാണാനൊരു താല്പര്യമുണ്ട്. അങ്ങനെ അമ്മ പോകുമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ അമ്മ ചെന്ന് പറയുന്നു ആ പാപ്പനോട്, എനിക്ക് കോളേജിൽ പഠിക്കണം. അപ്പോൾ കോളേജിൽ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പാപ്പൻ പറഞ്ഞു, അതിനെ നീ എങ്ങനെ കോളേജിൽ പഠിക്കാൻ പറ്റുന്നത്, 2 ആഴ്ച കഴിഞ്ഞ് നിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, അത് ഞാൻ കെട്ടാൻ പോകുന്നത് ആരെയാ? അപ്പോൾ അപ്പാപ്പൻ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ, മറ്റത്തു നിന്നുള്ള ഐപ്പണ്ണി മാഷ് വന്നിരുന്നു, നിന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചത് സാധാരണ ഇങ്ങനെ അമ്മേനെ കാണുന്ന പോലെ പലരും വന്ന് കാണാറുണ്ട്, അതുപോലെ ഒരാൾ വന്ന് കണ്ടു എന്നേ അമ്മ വിചാരിച്ചുള്ളൂ. അതൊരു കല്യാണത്തിൻ്റെ അതല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഉറപ്പിക്കലിന് വേണ്ടിയുള്ള പരിപാടിയായിരുന്നു എന്നൊന്നും അമ്മയ്ക്ക് അന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ സ്വന്തം അമ്മ ഇല്ലാതിരുന്നത് കൊണ്ട് എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് തുടർന്ന് പഠിക്കണം, കോൺവെൻറ്റിൽ ചേരണം എന്നുള്ള ആ ആഗ്രഹം പ്രകടിപ്പിക്കുവാൻ പോലുമുള്ള ഒരു ശക്തി അമ്മയ്ക്ക് അന്നില്ലാതെ പോയി. സപ്പോസ് അന്ന് അമ്മ അങ്ങനെ പറയുകയും ആ കല്യാണം വേണ്ട എന്ന് വെക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ജനിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മ അന്ന് വിചാരിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ, എൻ്റെ അപ്പൻ ഇപ്പോൾ ഇതാണ് പറയുന്നതെങ്കിൽ അപ്പന് ഒരു വേദന കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അപ്പൻ ഇതുപോലെ തീരുമാനിച്ചെങ്കിൽ ഇതുപോലെ തന്നെ കാര്യം നടക്കട്ടെ, നീ പോകട്ടെ എന്ന് അമ്മ ഉറച്ചു വിശ്വസിക്കുകയും ഈ കല്യാണത്തിന് തയ്യാറുകയും ചെയ്തു. പിന്നീട് മനസ്സിൽ അല്പം ദുഃഖമൊക്കെ തളം കെട്ടി നിന്നിരുന്നെങ്കിലും ഏപ്രിൽ 21-ാം തീയതി 1990 എനിക്ക് പട്ടം കിട്ടിയപ്പോൾ അന്ന് ഈവനിങ്ങിൽ അമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, 26 കൊല്ലം മുമ്പ് എൻ്റെ വിവാഹം നടന്നത് എന്തിനാണ് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. സഭയ്ക്ക് വേണ്ടി ഒരു മകനെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന്. പക്ഷേ കാലങ്ങൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഏത് സന്യാസ സഭയിൽ ചേർന്ന് കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ചുവോ അതേ സഭയിൽ തന്നെ എൻ്റെ ഏറ്റവും താഴെയുള്ള അനുജത്തി സിസ്റ്റർ നോയൽ CMC ഇന്ന് സന്യസ്തയായി ഒരു കന്യാസ്ത്രീയായി ജീവിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹത്തിന് എതിരായിട്ടായിരിക്കാം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അത് നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതൊക്കെ വലിയ വലിയ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളായിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വിവാഹം നടന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഇന്ന ഒരാളായിട്ടായിരുന്നു എൻ്റെ വിവാഹം നടന്നിരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഈ വിവാഹത്തിന് പകരം വേറൊരാളുമായിട്ടാണ് വിവാഹം നടന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ മെച്ചമായിരുന്നു എന്നൊക്കെ. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അബദ്ധമാണ്. കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം നെഗറ്റീവായിട്ട് ചിന്തിച്ച് ജീവിതം പാഴാക്കുന്നതിന് പകരം, ജീവിതത്തിൽ ദുഃഖാനുഭവിക്കുന്നതിന് പകരം എന്താണോ ദൈവം തന്നത് അത് അതേപടി കണ്ണടച്ച് സ്വീകരിക്കുക. എന്നിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബെറ്ററായിട്ട് നല്ലതായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തിന്മ വരണം എന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വചനം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളോട് പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ പദ്ധതി. ഇതാണ് ദൈവം നമുക്ക് തരുന്നത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നിങ്ങൾക്ക് മക്കളുണ്ടാകാം. മക്കൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ആയി തീർന്നിരിക്കുന്നത് എന്ന് ഓർത്തൊരു പക്ഷെ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ദുഃഖിക്കണ്ട. അവിടെയും നിങ്ങൾ ഇപ്പോൾ ഇരുന്നു കൊണ്ട് മനസ്സിൽ പറയുക, ദൈവമേ, ഇതാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ ഇത് തന്നെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുക. അപ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാകും. നിങ്ങളൊരുപക്ഷെ ഈ പ്രഭാഷണം കേൾക്കുന്ന സമയം ഒരുപക്ഷെ നിങ്ങൾ രോഗാവസ്ഥയിലായിരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ എന്തിനാണ് എനിക്ക് ഈ രോഗം വന്നത്? എൻ്റെ കുടുംബസ്ഥിതി കർത്താവിന് അറിയാമല്ലോ. ശരിയാ, കർത്താവിനെല്ലാം അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത്. അതുകൊണ്ട് ആകസ്മികമായിട്ട് സംഭവിച്ചതായാലും
മറ്റുള്ളവരുടെ വക്രത കൊണ്ടോ തിന്മ കൊണ്ടോ സംഭവിച്ച സ്ഥിതി ആയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഇത് തന്നെ നടക്കട്ടെ എന്ന് നാം ഉറച്ച് വിശ്വസിക്കുക, കർത്താവിനോട് പറയുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നല്ല സന്തോഷം വരും. യൂദാസിൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്കിയേ. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. അപ്പോൾ യൂദാസ് വന്ന് യേശുവിനെ ചുംബിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ആക്ഷൻ, പ്രവൃത്തി, ഒറ്റ പ്രവൃത്തിയുള്ളൂ. യേശുവിനെ ചുംബിക്കുന്നു. പക്ഷെ ആ ചുംബനത്തിന് രണ്ടർത്ഥമാണുള്ളത്. യൂദാസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പാപമായിരുന്നു. അവൻ തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. അവൻ്റെ മനസ്സിലുള്ള വക്രത, ക്രൂരത, പണത്തിനോടുള്ള അമിതമായ ആഗ്രഹം എന്തു തന്നെയാകട്ടെ, പക്ഷെ അവൻ ചെയ്തത് എന്താണ്? അവൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. മറിച്ച് യേശുവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലോ, യേശു അതിനെ കാണുന്നത്, ദൈവമേ നിന്റെ ഇഷ്ടം സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശു പറഞ്ഞു, ഇത് എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ യൂദാസിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ളൊരു പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തി തന്നെ രണ്ടു തരത്തിലാണ് കാണുന്നത്. യൂദാസിനെ സംബന്ധിച്ചിടത്തോളം തിന്മയാണ്, പാപമാണ്. നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് യേശു അവനോട് പറയുന്നത്. അതേസമയം യേശുവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലോ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇതുപോലെ നിങ്ങളോട് ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബ വസ്തുവകകൾ വിഭജിക്കുന്ന കാര്യത്തിലാണെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലായിക്കോട്ടെ, നിങ്ങളോട് ആരെങ്കിലും അനീതി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ഇതേ മനോഭാവമാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക, എന്നിട്ട് അത് സ്വീകരിക്കുക. അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും എന്ന് വിചാരിച്ച് യേശു യൂദാസിൻ്റെ ചുംബനം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് വിശ്വസിച്ച് സ്വീകരിച്ചപ്പോൾ യൂദാസിൻ്റെ ചുംബനം ഒറ്റിക്കൊടുക്കൽ അല്ലാതിരിക്കുന്നില്ല, അത് ഒറ്റിക്കൊടുക്കൽ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു തിന്മ തന്നെയാണ്, പക്ഷെ ആ തിന്മയോടുള്ള നമ്മുടെ പ്രതികരണത്തിലാണ് ആ വ്യത്യാസം വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഇത് തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാം അത് സ്വയം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെയധികമായിട്ട് കിട്ടും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിയിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ മാതാപിതാക്കളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ സെമിനാരിയിൽ പഠിക്കേണ്ട, അച്ഛനാകേണ്ട കാര്യമില്ല, വീട്ടിൽ മുതിർന്ന ആളായതുകൊണ്ട്, ഏറ്റവും ആദ്യത്തെ മകനായതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി കുടുംബത്തെ സഹായിക്കുക എന്നുള്ള ഒരു ആശയമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജലന്ധർ രൂപതയ്ക്ക് വേണ്ടി ഒരു മിഷണറിയായി പോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനോട് വളരെയധികം തടസ്സം എൻ്റെ മാതാപിതാക്കളെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല തൃശ്ശൂർ രൂപതയുടെ വൊക്കേഷൻ ക്യാമ്പ് അത് ഞാൻ പങ്കെടുത്തപ്പോൾ അന്നത്തെ ജലന്ധർ രൂപതയുടെ പിതാവായ മാർ സിംഫോറിയൻ കീഴ്പ്പുറത്ത് തിരുമേനി ആ ക്യാമ്പിൽ വന്ന് ജലന്ധർ രൂപതയെക്കുറിച്ച് പറഞ്ഞതനുസരിച്ച് ആ ക്യാമ്പിൽ വെച്ച് തന്നെ ഞാൻ പിതാവിനെ കാണുകയും ജലന്ധർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് വൈദികനാകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നീ എവിടെയാണ് പോകേണ്ടത്, എന്നാണ് പോകേണ്ടതിനെ കുറിച്ചൊക്കെ പിന്നീട് നിന്നോട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് എൻ്റെ അഡ്രസ്സും മേടിച്ച് എന്നെ അന്ന് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. നാട്ടിൽ സാധാരണ പതിവുള്ള ഒരു സമ്പ്രദായമാണ് തൃശ്ശൂർ സൈഡിലൊക്കെ. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ഉടനെ വൊക്കേഷൻ ക്യാമ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മ വീടുകളിൽ പോവും വെക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അമ്മ വീട് കേച്ചേരിയിലായിരുന്നു. ഞാൻ അവിടെ ഒരു മാസത്തെ ഹോളിഡേയ്സിനൊക്കെ പോയി. ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത്, ലക്നൗ മൈനർ സെമിനാരിയിലെ ജലന്ധർ രൂപതയ്ക്ക് വേണ്ടി പഠിക്കുവാൻ വേണ്ടി പോകണമെന്നുള്ള വിവരം പറയുവാനായിട്ട് കാൽവരി ആശ്രമത്തിൽ നിന്ന് ഒരു കപ്പുച്ചൻ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ ഈ വിവരം ഞാൻ അറിയുന്നില്ല, ഞാൻ കേച്ചേരിയിലായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലോട്ട് അവർ വന്നപ്പോൾ അന്ന് അപ്പൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൻ അവരോട് പറഞ്ഞു, അവർ 15 വയസ്സ് പ്രായമായിട്ടുള്ളൂ, ഇതുപോലെയുള്ള വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാനുള്ള മച്യൂരിറ്റി, പക്വത അവന് വന്നിട്ടില്ല, അതൊക്കെ വന്നതിന് ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞ് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഈ അച്ഛൻ